ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് +2 ക്ലാസ്സിലെ സുറിനാം മേ പഹ്ലാ ദിൻ എന്ന പാഠം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് നോക്കാം. നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നേ. ഹിമാംശു ജോഷിയുടെ സഫർനാമയ അറിയാമല്ലോ, പഠിപ്പിച്ചതല്ലേ. ക്വസ്റ്റ്യൻ വായിക്കാം. പാരാമറിബോം ഷഹർ ലേഖകെ ഭാരതീയ ഷഹർ ജൈസ ക്യോം ലഗ. പാരാമറിബോം എന്ന ഷഹർ പട്ടണത്തെ ലേഖകനെ ഭാരതീയ ഷഹറായി തോന്നാനുള്ള കാരണം എന്ത്? ആൻസർ, സുറിനാം കെ പ്രദേശമേ ഭാരതീയ മൂൽ കെ ലോകെ ദീക്ക് റഹെ ഹെ. ദീക്കിന കാണുക. സുറിനാമിലെ പ്രദേശത്തെ ഭാരതീയ മൂൽ എന്ന് വെച്ച വംശത്തിൽപ്പെട്ട ജനങ്ങളെയാണ് കാണപ്പെടുന്നത്. എവിടെ നോക്കിയാലും അവർ മാത്രമേ ഉള്ളൂ. പാരാമറിബോം ഷഹർ കെ സഫി ഭാഗോമേ ഭാരതീയ ദീക്ക് ഹെ. പാരാമറിബോം ഷഹറിൻ്റെ സഫി ഭാഗോമേ എവിടെ നോക്കിയാലും ഭാരതീയ ദീക്ക് രഹെ ഹെ. ഭാരതീയരെ മാത്രമേ കാണുന്നുള്ളൂ. ഇസ്ലിയെ അതുകൊണ്ട് ലേഖകനെ ബഹശഹർ ഭാരതീയ ഷഹർ ജൈസ ലഗ് രഹാ ഹെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പട്ടണത്തെ ഭാരതീയ ഷഹർ എന്ന് തോന്നാനുള്ള കാരണം. എന്താണ് ആൻസർ? പരീക്ഷിച്ച് കൊള്ളാം. അത് കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള 2 മാർക്കിന്. ഇനി അടുത്ത് നോക്കിയേ, സുറിനാം കെ അനുഭവ് കെ ബാരമേ ലേഖക്, അതായത് ഹിമാംശു ജോഷിയുടെ ഡയറി തയ്യാറാക്കുക. ഫസ്റ്റ് ടൈമിലെ ഡയറി ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് ആ പാഠത്തിൽ നിന്ന്. നോക്കിയേ, ഡയറിയുടെ ഫോമാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പഠിച്ചതാണ്. ആദ്യം ഡേറ്റ് എഴുതണം, പിന്നെ ഡേ കൊടുക്കുക. എന്നിട്ട് പോയിൻ്റായിട്ട് തന്നിട്ടുണ്ട്, അത് മാറ്റി എഴുതിക്കൊള്ളണം കേട്ടോ. സെൻറ്റൻസ് ആക്കി മാറ്റി ഒരു വലിയൊരു പാരഗ്രാഫായിട്ട് എഴുതി കൊടുക്കണം. ആജ് കാ ദിൻ മേരെ ജീവൻ മേ ഏക അവസ്മരണീയ ഹേ. ഇന്നത്തെ ദിനം എൻ്റെ ജീവിതത്തിലെ ഒരു അവസ്മരണീയമായ ദിനം തന്നെ ആയിരുന്നു. അടുത്ത് നോക്കിയേ, മേയും കുച്ച് സഹയാത്രിയോങ്കി സാത്തെ സുറിനാം മേ ഗയ. ഞാൻ കുറച്ച് സഹയാത്രികളുടെ കൂടെ സുറിനാമിലേക്ക് പോയി. വഹാങ്കി പ്രകൃതി മനോഹാരിത ഭൂഗോൾ കി പുസ്തകമേം പഠാ ഥാ. അവിടുത്തെ പ്രകൃതി മനോഹാരം എന്ന് വെച്ചാൽ പ്രകൃതിയുടെ മനോഹരം. ഭൂഗോളം എന്ന് വെച്ചാൽ ജോഗ്രഫിയിൽ ഞാൻ നേരത്തെ എന്ത് ചെയ്തിരുന്നു? പഠിക്കുകയും ചെയ്തിരുന്നു. അടുത്ത് നോക്കിയേ, ആജ് ആങ്കോങ്കി സാമനെ ദേഖ്തേ സുഖ അഹസാസെ ഹുവ. ആജ് എന്ന് വെച്ചാൽ ഇന്ന്, കൺമുൻപിൽ കണ്ടപ്പോൾ സുഖത്തിൻ്റെ അഹസാസെ തോന്നൽ ഉളവായി. ആങ്ക് കണ്ണ്, സാമനെ സമീപം, അഹസാസ് തോന്നൽ. അടുത്ത് നോക്കിയേ, മേ ഹിന്ദി സമ്മേളൻ കി പ്രതിനിധി കെ രൂപമേം പഹുഞ്ച. ഞാൻ ഹിന്ദി സമ്മേളനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് അവിടെ എത്തിയത്. അടുത്ത 130 സാൽ പഹലെ പ്രഥമ ശ്രമികെ വഹാം പഹുഞ്ച. 130 എന്ന് വെച്ചാൽ 130 വർഷങ്ങൾക്ക് മുൻപേ പ്രഥമ ശ്രമികൻ വഹാം പഹുഞ്ച അവിടെ എത്തിച്ചേർന്നു. ശ്രമികൻ എന്ന് വെച്ചാൽ തൊഴിലാളി എന്ന വാക്കാണ് കേട്ടോ. ഉസ്കി സ്മൃതി എന്ന് വെച്ചാൽ ഓർമ്മ. ഹിന്ദി പർവ് കെ ആയോജൻ ഹോ രഹാ ഹെ. ഉസ്കി സ്മൃതിമേം അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഹിന്ദി എന്ന പർവ് ഉത്സവം ആയോജൻ ഹോതാ ഹെ ഹോ ഹെ ഉത്സവമായി അത് കൊണ്ടാടുകയും ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, അബ് ഹിന്ദി ഭാഷ സബ് സ്തർ കെ ലോഗോं की ഭാഷ ബൻ ഗയി. അബ് ഇപ്പോൾ ഹിന്ദി എന്ന ഭാഷ അവിടെയുള്ള എല്ലാ ലെവലിലെ എല്ലാം നിലവാരമുള്ള ജനങ്ങളിലേക്കും ബൻ ഗയി അവരുടെ ഭാഷയായി മാറുകയും ചെയ്തു. എല്ലാ നിലവാരത്തിലുള്ള എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ജനങ്ങളുടെയും ഭാഷയായി മാറി ഇപ്പോൾ ഹിന്ദി. വഹാങ്കെ പ്രമുഖ ഷഹർ പാരാമറിബോം. അവിടെയുള്ള പ്രമുഖമായ ഷഹർ പട്ടണമാണ് പാരാമറിബോം ഷഹർ. അടുത്ത നോക്കിയേ, പാരാമറിബോമേ കരീബെ 4.5 लाख ആബാദി സെ 37% ലോക ഭാരതീയ ഹെ. പാരാമറിബോം എന്ന കരീബ് എന്ന് വെച്ചാൽ ഏകദേശം, 4.5 लाख എന്ന് വെച്ചാൽ 4 ലക്ഷം ആബാദി ജനസംഖ്യ. 37% ഇനി നോക്കിയേ, പാരാമറിബോം എന്ന പട്ടണത്തിൽ കരീബ് ഏകദേശം 4.5 ലക്ഷത്തോളം ആബാദി ജനസംഖ്യയാണ് ഉള്ളത്. അതിൽ 37% ഭാരതീയരാണ്. ആ പാരാമറിബോം എഴുതുമ്പോൾ ഈ സെൻറ്റൻസ് കൂടി വേണമെങ്കിൽ എഴുതാം ആദ്യമേ. ഇനി എടുത്ത് നോക്കിയേ, യഹ് സബ് ദേഖ് കറെ മൻ മേ ഹമാര ഭാഷയ്ക്ക് ഹമാരേ ഭാഷയ്ക്ക് പ്രതി ആദരഹേ. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ നമ്മുടെ ഭാഷയുടെ നേർക്ക് ഒരു ആദരവ് അല്ലെ ബഹുമാനം ഉണ്ടായി. ഇത്രയും പോയിൻ്റായിട്ട് തന്നു. ഇതെല്ലാം കൂടെ എഴുതി ഡയറി ആക്കി കൊടുക്കണം കേട്ടോ. ആ പാരാമറിബോം കൊള്ളാവുന്ന, അത് വേണമെങ്കിൽ ഈ പോയിൻ്റ് കൂടെ ആദ്യമായിട്ടൊന്ന് എഴുതാം. എന്നൊക്കെ അടുത്ത ഒരു കോൺവെർസേഷനാണ് എഴുതിയിരിക്കുന്നത്. ലേഖകനും അവിടെയുള്ളൊരു എന്ന് വെച്ചാൽ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു ശഖ്സ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. ക്വസ്റ്റ്യൻ നോക്കിയേ,
लेखक विश्व हिंदी सम्मेलन में भाग लेने के लिए പാരാമറിബോ में पहुंचा. ലേഖകൻ വിശ്വ ഹിന്ദി സമ്മേളനത്തിന് എന്നുവെച്ചാൽ ലോക ഹിന്ദി സമ്മേളനത്തോടെ അനുബന്ധിച്ച് അതിൽ ഭാഗമായി തീരാൻ വേണ്ടി പാരാമറിബോ എന്ന പട്ടണത്തിൽ എത്തി. सम्मेलन के उद्घाटन के बाद लेखक की बातचीत किसी भागीदार के साथ होती है. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ലേഖകനെ ബാധ്യത്തെ ഒരു സംഭാഷണം നടത്തി അവിടെ പങ്കെടുത്ത ഒരാളുമായിട്ട് ഭാഗീദാർ പങ്കാളി എന്ന് വെച്ചാൽ പങ്കെടുത്ത ഒരാളുമായിട്ടുള്ള വാർത്താലാപ്. ആ വാർത്താലാപ് ലിഖേ എന്നാണ് ചോദ്യം. ആൻസർ നോക്കിയേ. ലേഖക ആദ്യം ലേഖക ആപ് കഹാം സേ ആയേ ഹായ്, താങ്കൾ എവിടെ നിന്നാണ് വന്നത്? ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഭാഗീദാർ പറയാണ് മൗറീഷ്യസ്. ഞാൻ വന്നത് എവിടെ നിന്നാണ്? മൗറീഷ്യസിൽ നിന്ന് ആണ്. ലേഖകെ അച്ഛാ ആപ് സേ മിൽക്കറെ ബഡി ഖുശി ഹേ, താങ്കളെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട്. ആപ്കെ ദേശ് മേ ഹിന്ദി കാ ഖൂബ് പ്രചാർ ഹേ നാ, നിങ്ങളുടെ ദേശത്തും ഹിന്ദിക്ക് നല്ല പ്രചാരം ഉണ്ടോ ഇല്ലയോ? അത് ഹേ നാ ഉണ്ടാവില്ലേ, ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആശങ്ക. ഭാഗീദാർ പറയണ ഹാം ഉണ്ട്, അവിടെ അങ്ങനെയാണ്, ഹിന്ദി ഭാഷയ്ക്ക് നല്ല പ്രചാരം അവിടെയും ഉണ്ട്. ബഹാം ഭി ഭാരതീയ മൂൽ ഖേ ലോകോങ്കി, ബഹാം എന്ന് വെച്ചാൽ അവിടെയും ഭാരതീയ മൂൽ എന്ന് വെച്ചാൽ വംശത്തിൽപ്പെട്ട ലോകോങ്കി സംഖ്യ ബഹുത്ത് ബഡി ഹേ, ജനങ്ങളുടെ സംഖ്യ വളരെ കൂടുതലാണ്. ഹിന്ദിക്ക് കൈ ലേഖക ഫി ഹേ, ഹിന്ദിയിൽ ധാരാളം ലേഖകന്മാർ പോലും ഉണ്ട്. ഹിന്ദി ഭാഷയിൽ എഴുതുന്ന ഒരുപാട് ലേഖകന്മാർ പോലും അവിടെ ഉണ്ട് എന്ന്. അടുത്ത ലേഖക് സമ്മേളൻ കാ ഉദ്ഘാടൻ കൈസാരഹ, സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം കൈസാരഹ എങ്ങനെ ഉണ്ടായിരുന്നു? ഭാഗീദാർ യഹാം ഹിന്ദി പ്രേമിയോം കി മേഹനത്തെ സരാഹനീഹെ, യഹാം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഹിന്ദി പ്രേമികളുടെ സ്നേഹിതന്മാരുടെ എന്ന് വെച്ചാൽ ഹിന്ദി സ്നേഹിക്കുന്ന, ഹിന്ദി എന്ന ഭാഷ സ്നേഹിക്കുന്ന ജനങ്ങളുടെ മേഹനത്തെ അധ്വാനം സരാഹനീഹെ പ്രശംസനീയം ആണ്. സമ്മേളൻ കി തയ്യാറിയാം ശാൻദാർ രഹി ഹേ, സമ്മേളനത്തിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും ശാൻദാർ എന്ന് വെച്ചാൽ പ്രൗഢി നിറഞ്ഞതും ആയിരുന്നു. രാഷ്ട്രപതി കാ ഭാഷൻ ബഹത്തെ ഉത്സാഹെ അവരെ ദിൽചസ്പ് താ, രാഷ്ട്രപതിയുടെ ഉദ്ഘാടന ആ സംഭാഷണം എങ്ങനെയായിരുന്നു? ഭാഷണ പ്രസംഗം വളരെ ഉത്സാഹം നിറഞ്ഞതും ദിൽചസ്പ് എന്ന് വെച്ചാൽ രസകരവും ആയിരുന്നു. അടുത്ത നോക്കിയ ലേഖകെ യഹാം കെ ഭാരതീയ മൂൽ കെ ലോകോം കെ ബാരെ മേ ആപ് കി ക്യാ റായ് ഹേ, ഇവിടെയുള്ള ഭാരതീയ വംശത്തിൽപ്പെട്ട ജനങ്ങളെപ്പറ്റി നിങ്ങൾക്കുള്ള റായ് എന്ന് വെച്ചാൽ അഭിപ്രായം എന്താണ്? ഭാഗീദാർ പറയാണ് ബേ അഭി അപ്പനെ മൂൽ സംസ്കൃതി കോ ബനായെ രഖ്നേമേൻ തൽപർ ദിഖായി ഹേ, ബേ എന്ന് വെച്ചാൽ അവർ, ഇവിടെയുള്ള ഭാരതീയർ അതാണ് ഉദ്ദേശിക്കുന്നത്. ബഹാപ്പനി എന്നൊക്കെ അവരുടെ മൂൽ സംസ്കൃതി എന്ന് വെച്ചാൽ സംസ്കാരം കെ ബനായെ രഖ്നേമേൻ തൽപർ ദിഖായി ഹേ, അവരെപ്പോഴും അവരുടെ സംസ്കാരത്തെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ സംസ്കാരമായി മുന്നോട്ട് പോകാൻ തൽപരരായി കാണപ്പെടുകയും ചെയ്യുന്നു. ഇത്തനെ സാൽ ബാദ് ഭി വേ ഭാരതീയ കഹേ ജാത്തെ മേ ഗർവ കർത്തെ ഹേ, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ ഭാരതീയരാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. 130 വർഷമാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് പറയാണ് അത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈ ജനങ്ങൾക്ക് ഭാരതീയർ എന്ന് പറയുന്നതിലെ ഗർവ അഭിമാനമേ ഉള്ളൂ. अपनी भाषा के प्रति उनका लगाव പ്രശംസനീയ ഹേ, അവരുടെ ഭാഷയുടെ എന്ന് വെച്ചാൽ സ്വന്തം ഭാഷയുടെ നേർക്കുള്ള അവരുടെ ആ ലഗാവ് തോന്നൽ വളരെയധികം പ്രശംസനീയവും ആണ്, അഭിമാനമാണ്. അടുത്ത നോക്കിയ ലേഖക് അച്ഛാ ശുക്രിയ നന്ദിയെന്ന്. ആ സഹായിക്ക് പ്രതീക്ഷിക്കുന്നു, ആശിക്കുന്നു. കഫി ഇസ് പ്രകാർ കഫി മിൽനെ കാ അവസർ ആയേഗെ, ഞാൻ ആശിക്കുന്നു ഇനിയും ഇങ്ങനെയുള്ള ഏതെങ്കിലും അവസരങ്ങളിൽ വെച്ച് വീണ്ടും കാണാൻ കഴിയുകയും ചെയ്യട്ടെ എന്ന്. അങ്ങനെ ആ കോൺവെർസേഷൻ അവസാനിച്ചു കേട്ടോ. അത് ഇതുപോലെ എഴുതി കൊടുത്താൽ മതി, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന നല്ലൊരു ക്വസ്റ്റ്യനാണത്. അപ്പോൾ ഇത് പാഠത്തിൽ ഇത്രയും മാത്രം പഠിച്ചാൽ മതി, ഇതിനകത്തുനിന്ന് കിട്ടും. ബാക്കി കുറച്ച് വേർഡ്സിൻ്റെയൊക്കെ ഇത് അടുത്ത എക്സാമിന് ചോദിക്കുന്ന ക്ലാസ് ഉണ്ട്, അതിൽ തരാം. ഇന്ന് ഇത്രയും മതി. നമുക്ക് അടുത്ത ക്ലാസ്സിലെ കാൻഹ് മേരെ ലാലെ അത് പഠിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.